ഗാസയിലെ പലസ്തീനികൾക്ക് പിന്തുണ നൽകുന്നതിൽ യമനിലെ നഗരങ്ങളിൽ വീണ്ടും ആക്രമണങ്ങൾ നടത്തി അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സേനകൾ. വ്യാഴാഴ്ച പുലർച്ചെ യമനിലെ പടിഞ്ഞാറൻ പ്രവിശ്യകളായ സഹദ, ഹുദൈദ എന്നിവിടങ്ങളിൽ വ്യോമാക്രമണം നടത്തിയതായി രാജ്യത്തെ അൽ മസീറ ടെലിവിഷൻ നെറ്റ്വർക്ക് റിപ്പോർട്ട് ചെയ്തു. അതേസമയം US സെൻട്രൽ കമാൻഡറായ സെൻകോം അമേരിക്കൻ വ്യോമാക്രമണം യമനിലെ ആളില്ലാ ഡ്രോണുകൾ പ്രതിരോധിച്ചതായി പ്രസ്താവനയിൽ പറയുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. യമനെതിരെയുള്ള ആക്രമണം US നേവി കപ്പലുകൾക്കും വ്യാപാര കപ്പലുകൾക്കും ഭീഷണി ഉയർത്തിയതായും സെൻകോം പറഞ്ഞു. യമനിലെ പ്രാദേശിക വാർത്താ സ്രോതസ്സുകളുടെ റിപ്പോർട്ടുകൾ രാജ്യത്ത് ബോംബാക്രമണം നടത്തിയ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ബഹ്റിനിലെ US സൈനിക താവളത്തിൽ നിന്നാണ് പറന്നതെന്ന വാദമുയർത്തുന്നുമുണ്ട്. വ്യാഴാഴ്ച അമേരിക്കൻ വാണിജ്യ കപ്പലിന് നേരെ ഹൂതികൾ വീണ്ടും ആക്രമണം നടത്തിയിരുന്നു. KOI എന്ന കപ്പലിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയതായി ഹൂതികളുടെ വക്താവ് ബ്രിഗേഡിയർ ജനറൽ യഹിയ സരി അറിയിച്ചു. ചെങ്കടലിൽ യമൻ തീരത്തോട് ചേർന്ന് അമേരിക്കയുടെ യുദ്ധക്കപ്പലിന് നേരെ നിരവധി മിസൈലുകൾ ഉതിർത്ത മണിക്കൂറുകൾക്കകമാണ് വാണിജ്യ കപ്പലിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. ചെങ്കടലിലെ US മേധാവിത്വത്തിന് വേദനാജനകമായ അന്ത്യം നൽകുമെന്ന് പ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ് യമൻ. യമന്റെ പരമാധികാരത്തിന്റെ കരുത്ത് USഉം UKയും തിരിച്ചറിയണമെന്നും പലസ്തീനികൾക്കെതിരെ കുറ്റകൃത്യങ്ങൾ നടത്തുന്ന സയനിസ്റ്റുകളെ തീറ്റിപ്പോറ്റാനുള്ള മാർഗമായി ചെങ്കടലിനെ വിട്ടു നൽകില്ലെന്നും യമൻ പറഞ്ഞിരുന്നു. അതിനിടെ നേരത്തെയും ഇറാന്റെ പിന്തുണയുള്ള ഹൂതി തീവ്രവാദികൾ യമനിൽ നിന്ന് ചെങ്കടലിലേക്ക് തൊടുത്തുവിട്ട കപ്പൽ വിരുദ്ധ ബാലിസ്റ്റിക് മിസൈൽ വെടിവെച്ച് വീഴ്ത്തിയിരുന്നു. ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് സെൻട്രൽ കമാൻഡ് പറഞ്ഞു. കഴിഞ്ഞ ദിവസമായിരുന്നു ആക്രമണം. ജനുവരി 30 രാത്രി 11:30 ഹൂതികൾ യമനിലെ ഹൂതി നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ നിന്ന് ചെങ്കടലിലേക്ക് ഒരു കപ്പൽ വിരുദ്ധ ക്രൂയിസ് മിസൈൽ തൊടുത്തുവിട്ടു. USS ഗ്രേവിലിയാണ് മിസൈൽ തകർത്തത്. ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. US സെൻട്രൽ കമാൻഡ് എക്സിൽ കുറിച്ചതാണ് ഇത്. സിറിയൻ അതിർത്തിക്കടുത്തുള്ള വടക്ക് കിഴക്കൻ ജോർദാനിൽ US UK സൈനിക ക്യാമ്പിലുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ 3 സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. 34 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിന് ദിവസങ്ങൾക്ക് ശേഷമാണ് മിസൈൽ ആക്രമണവും നടന്നത്. ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നറിയിപ്പും നൽകിയിരുന്നു. ഒക്ടോബർ 7 ശേഷം മേഖലയിൽ US സൈനികർ കൊല്ലപ്പെടുന്നത് ഇതാദ്യമായിരുന്നു. അതിർത്തിക്ക് പുറത്തുള്ള US സൈനിക താവളത്തിന് നേരെയാണ് ഡ്രോൺ ആക്രമണം നടന്നതെന്ന് ജോർദാനും അറിയിച്ചിരുന്നു. പരസ്പര ധാരണ പ്രകാരമാണ് അതിർത്തി മേഖലയിലെ US സൈനിക സാന്നിധ്യമെന്നും ജോർദാൻ അധികൃതർ വെളിപ്പെടുത്തി. ഇറാൻ പിന്തുണയുള്ള സായുധ സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ജോ ബൈഡനും പറഞ്ഞിരുന്നു. ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് വിഭാഗം ഉത്തരവാദിത്തം ഏറ്റെടുത്തതായി വാഷിംഗ്ടണും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഗാസയിൽ ഇസ്രയേലിന്റെ കൊടും ക്രൂരതകളെ പിന്തുണയ്ക്കുന്നത് അവസാനിപ്പിക്കും വരെ മേഖലയിലെ US കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം തുടരുമെന്ന് സായുധ വിഭാഗം അറിയിച്ചതായും പത്രം വെളിപ്പെടുത്തിയിരുന്നു. ആക്രമണത്തെ ജോർദാൻ അപലപിച്ചു. ഇറാഖിലും സിറിയയിലും ഏത് സമയവും അമേരിക്കൻ പ്രത്യാക്രമണ സാധ്യതകളും കൂടുതലുമാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.